മറ്റു ചിലർ ചോദിക്കുന്നു, നമ്മുടെ ഈ ഖത്തറിൽ നിന്ന് ചീത്ത വിളിച്ച ആൾക്കാരെ കണ്ടെത്തി. തെറി വിളിച്ചവർ ഒരുപാടുണ്ട് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ചു നേരം കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടതും ഈ അശ്ലീലങ്ങളുടെ വേലിയേറ്റം കണ്ടുകൊണ്ടാണ്. പക്ഷേ വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് തെറി എഴുതി അയക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് വിദേശ നാട്ടിലായതുകൊണ്ട് അവർ സേഫാണെന്നാണ്. ഈ തെറി അയച്ചാൽ ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ വളരെ അൺസേഫാണ്. അവിടെ ഇരുന്ന് കലാപരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പല ഇന്ത്യൻ എംബസി വഴിയും നിയമങ്ങൾ നിങ്ങളെ പൂട്ടി എന്ന് വരും. എന്ന് മാത്രവുമല്ല, നേരിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് കത്തുകൾ അയക്കാനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് നിയമങ്ങളുണ്ട്. അതൊന്നും മറന്നു പോകരുത്. പോലീസ് സംവിധാനം നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ജോലി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കൈക്രിയകൾ കാണിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊന്നും ഭീഷണിയല്ല, നിങ്ങൾ നന്നാകട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പല ആളുകളും വളരെ വൃത്തികെട്ട ഭാഷയിലാണ് എഴുതുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതികരിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് കരുതി വേലി ചാടരുത് സുഹൃത്തുക്കളെ. വേലി ചാടിയാൽ നിയമം നിങ്ങളെ പൂട്ടും. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിക്കുകയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനും കാരുണ്യ പദ്ധതികൾ കൊണ്ടുവരാനും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യം ലൈസൻസായി ഉപയോഗിച്ചുകൊണ്ട് പരമമായ സ്വാതന്ത്ര്യത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ ചാടി ആളുകളെ ഓരോ കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും തെറി വിളിക്കാനും അവരെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ തെറി വിളിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് നേരിടേണ്ടി വരും. കർക്കശമായ തീരുമാനവുമായി നമ്മൾ മുന്നോട്ട് പോകും. 24 നിയമ നടപടികൾ എടുക്കും. അതോടൊപ്പം തന്നെ ഇത്തരം പോസ്റ്റ് ഇട്ട ആളുകളെ നമ്മുടെ ക്യാമറ സംഘം അന്വേഷിക്കുന്നുമുണ്ട്. കാരണം ഇവർ ഈ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ക്യാമറയിൽ പറഞ്ഞാൽ നമുക്കൊരു പരിപാടിയായിട്ട് സംപ്രേഷണം ചെയ്യാമല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് തെറിയിട്ട ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെ കൊല്ലത്തെ റിപ്പോർട്ടർ അരുൺരാജ് ക്യാമറ സംഘവുമായി ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി, ഞാൻ അപ്പോഴേ ഡിലീറ്റ് ചെയ്തു. പച്ച തെറി വിളിച്ചിട്ടാണ്. നമുക്കിതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നിയമപരമായിട്ടും പോകും. അതുപോലെ തന്നെ ഈ വാർത്താ സംഘം നിങ്ങളെ തേടി വരികയും ചെയ്യും. ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ എന്തായാലും ഒരു തീരുമാനം എടുത്ത് ഈ പുതുവത്സരത്തിൽ സോഷ്യൽ മീഡിയ പരമാവധി ദുരുപയോഗപ്പെടുത്തുന്ന ഇത്തരം പാഴ്നിലാവുകൾക്ക് പരമാവധി പ്രഹരമേൽപ്പിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ ശ്രമം. വെല്ലുവിളിയല്ല, നടപ്പാക്കാൻ പോകുന്ന കാര്യമാണ്.